ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മത്തങ്ങ കൊണ്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇത് 1 കിലോയിലും കൂടുതൽ മത്തങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ശർക്കരയിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഉരുക്കാൻ വെക്കാം. ഇനി മത്തങ്ങ നമുക്ക് തൊലി ചെത്തിയിട്ട് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. അല്ലാതെ ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലിട്ടിട്ട് ഒരു 3 വിസിൽ പോകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വെക്കാം. ഇപ്പം ഇത് മത്തങ്ങ നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഇത് ഉടച്ചു കൊടുക്കണം. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം. നമുക്ക് കോരിയെടുക്കാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. ഇനി ഇത് ഒരു അരമുറി തേങ്ങ കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ്. ഇതൊന്ന് നമുക്ക് ഈ നെയ്യിൽ വറുത്തെടുക്കാം. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മൾ മത്തങ്ങ ഒക്കെ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ നെയ്യിൽ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നെയ്യിൽ. ഇനി ഇതിൽ ഉരുക്കി വെച്ച ശർക്കര അരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കരയും മത്തങ്ങയും കൂടെ ഒന്നും കൂടെ നന്നായിട്ട് തിളച്ച് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് 2ാം പാലിൽ നമ്മളൊരു 3 ടീസ്പൂൺ അരിപ്പൊടി, തരിയുള്ള അരിപ്പൊടിയാണ്. പുട്ടുപൊടി ഉണ്ടെങ്കിൽ അത് മതി തരിയുള്ളത്. അതൊന്ന് കലക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. തരിയുള്ള അരിപ്പൊടി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൽ ഒഴിക്കുമ്പോൾ. ഒന്ന് കലക്കിയിട്ട്, തേങ്ങാപ്പാലിലാണ് ഇത് കലക്കിയിട്ടുള്ളത്, ഇതിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 12ഓളം അണ്ടിപ്പരിപ്പ് കുറച്ച് തേങ്ങാപ്പാലിൽ അരച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പായസത്തിന്. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്നും കൂടെ കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് പായസം കുറുകി വന്നിട്ട് ഇനി നമുക്ക് 1ാം പാല് ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചിട്ട് അധികം തിളപ്പിക്കരുത്. ഒന്ന് തിള വരുമ്പോഴേക്കും നമ്മളിത് ഓഫാക്കി വെക്കണം. നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.